നമസ്കാരം. ലോകപ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്ത് പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷെ ഇവിടെ നല്ല തിക്കും തിരക്കും, പലതരത്തിലുള്ള ആളുകൾ ഇരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ച് നടന്നു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തെത്തി. എത്തിയപാടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ? അത്ഭുതപ്പെട്ടു പോയി. താൻ വരുന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ ഈ കൊട്ടാരമൊക്കെ നന്നായി ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ഇതാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. നീ നടക്കുമ്പോൾ ഈ 2 തുള്ളി എണ്ണ താഴെ തുളുമ്പിപ്പോകാതെ നോക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിലെത്തി. നീ എല്ലാം കണ്ടു അല്ലേ? നീ എൻ്റെ ആ തിരശ്ശീല കണ്ടില്ലേ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്തെടുത്തതാണ്. അല്ല, നീ എൻ്റെ അടുത്ത് ഒരു ഉദ്യാനം കണ്ടില്ലേ? ഇതുപോലെയാക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തു. നീ എൻ്റെ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? അതിൽ ഓരോ പുസ്തകത്താളുകളും എത്ര മനോഹരവും മൃദുലവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നു പോയി. താൻ ഇതൊന്നും കണ്ടില്ലല്ലോ. തൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റം സമ്മതം നടത്തി. ആട്ടെ, നീയൊന്നും കണ്ടില്ലല്ലേ? എന്നാൽ ഒന്നും കൂടി എല്ലാം നന്നായി വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ എല്ലാം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവന്റെ കയ്യിൽ ആ സ്പൂണും 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇത്തവണ അവനെല്ലാം നന്നായി വിസ്തരിച്ച് കണ്ടു. ചുവരിലെ കലാസൃഷ്ടികൾ മാത്രമല്ല, ഗുരു പറഞ്ഞ തിരശ്ശീല, ഉദ്യാനം, പിന്നെ ഗ്രന്ഥപ്പുര, ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുൻപിലെത്തി. താൻ കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിനെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ ഇവിടെ? അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. തൻ്റെ കയ്യിലുള്ള സ്പൂണിൽ ആ 2 തുള്ളി എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ സ്പൂണും 2 തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടരുത്. ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ കഥ നിർത്തുന്നു. നന്ദി.